നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഈ ഒരു ചാനലിലേക്ക് സ്വാഗതം. പിന്നെ പുതിയതായിട്ട് കാണുന്ന എല്ലാവരും നമ്മളെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ. പിന്നെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ ദിവസവും വീഡിയോ ഇടാമെന്ന്. അങ്ങനെയാണ് ഇന്നിപ്പോൾ ഈ ഒരു വീഡിയോ എടുത്തത്. വീഡിയോ എടുത്ത് തുടങ്ങി ഏതാണ്ടൊരു പകുതി ആയിട്ട്, ചോറ് വെന്ത് ഏതാണ്ടൊരു പകുതിയൊക്കെ ആയപ്പോഴത്തേക്ക് തന്നെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മഴ പെയ്തപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഞാൻ ആദ്യം കൊടുത്തിരുന്നത് കേട്ടോ. പിന്നീടുള്ള കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ലായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചോറ് എങ്ങനെയെങ്കിലും വേവിച്ചെടുക്കണം. വേവിച്ച് പിന്നെ ഞാനും മക്കളും കൂടെ പിടിച്ചിങ്ങ് അകത്തുകൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അകത്തുള്ള അടുപ്പിൽ കത്തിച്ചപ്പോഴത്തേക്ക് തീ പിടിച്ച് കിട്ടുന്നില്ല. മഴ പെയ്ത് നല്ല കുളിർമയൊക്കെ അടിച്ചിട്ടാണെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഒരു ചാക്ക നമ്മൾ അറക്കപ്പൊടിയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് അതൊക്കെ ഇട്ട് കൊടുത്തിട്ടൊന്നും തീ പിടിച്ച് കിട്ടുന്നില്ലായിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും വേറെ ഒരു അടുപ്പോ എന്തെങ്കിലും ഒന്ന് വാങ്ങിച്ചാലേ പറ്റൂ. അത് മാത്രമല്ല, വെളിയിലുള്ള അടുപ്പിലൊന്ന് ടാർപ്പ് പിടിച്ച് കെട്ടാനായിട്ട് ഇനിയിപ്പോൾ ആരെങ്കിലും വിളിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും കെട്ടിത്തരാനോ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ മക്കളും ഞാനും കൂടെയൊക്കെയാണ് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് റെഡിയാക്കിയൊക്കെ വെച്ചത്. ഈ ഒരു ചോറിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ എങ്ങനെയെങ്കിലും ഒരു അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ ഒരു പരുവത്തിന് നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. മഴയില്ലെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. എങ്ങനെയെങ്കിലുമൊക്കെ തൊണ്ടും ചിരട്ടയും വിറകോ എന്തെങ്കിലുമൊക്കെ വെച്ച് നമുക്ക് മുറ്റത്തിട്ട് നമുക്ക് വേവിച്ച് പെട്ടെന്ന് തന്നെ കൊടുക്കാനും 10 മണിക്കോ 10:15 മണിക്കോ കൊണ്ടുപോകാനൊക്കെ പറ്റും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ മൂന്നുപേരും കൂടെ എല്ലാ കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനിടയ്ക്കാണ് മഴ പെയ്ത് അങ്ങനെ ആകെ മൊത്തത്തിലങ്ങ് നനഞ്ഞ്. പിന്നെ അത് മാത്രമല്ല, വൈകുന്നേരം വരെയുള്ള വീഡിയോ എടുക്കണമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഉടനെ തന്നെ വേറെ വീഡിയോസൊക്കെ എടുത്ത് ഇടുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും വീഡിയോസൊക്കെ കാണുക. പിന്നെ ഇന്നിപ്പം നമ്മൾ ചോറിന് വേണ്ടിയിട്ട് മീനൊന്നും നമുക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. മീൻ വരുമെന്നും പറഞ്ഞുകൊണ്ടാണ് ചക്കയൊക്കെ അടത്തി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ച് ചക്ക വെച്ചിട്ട് ചക്ക എരിശ്ശേരി നമുക്ക് ഈ ഒഴിക്കുന്ന പരുവത്തിന് വയ്ക്കുമല്ലോ, കുഴമ്പ് പരുവത്തിന്. അങ്ങനെ ചക്ക എരിശ്ശേരിക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ കട്ട് ചെയ്ത് എല്ലാം റെഡിയാക്കിയൊക്കെ എടുക്കുന്നത്. ചോറ് ഞാനും മക്കളും കൂടെ പിടിച്ചിങ്ങ് അടുക്കളയിൽ ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പയറ് മെഴുക്ക് പുരട്ടി അതെല്ലാം റെഡിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നെത്തോലി ചമ്മന്തി നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, നെത്തോലി ചമ്മന്തി അരയ്ക്കുന്നത്. അപ്പോൾ അതേപോലെ അല്ലാതെ വേറൊരു രീതിയിലാണ് ഇന്നിപ്പോൾ നെത്തോലി ചമ്മന്തി അരയ്ക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാനായിട്ട് പറ്റത്തില്ല കേട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം നമ്മൾ മഴ പെയ്തപ്പോൾ തന്നെ അങ്ങ് ഒരു വല്ലാത്തൊരു അവസ്ഥയിൽ അങ്ങ് പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പം വോയിസ് ഇട്ട് ഈ ഒരു കുറച്ച് കാര്യങ്ങളങ്ങ് പറയുന്നത്. പിന്നെ ചക്ക നേരത്തെ തന്നെ വേവിച്ച് എല്ലാം റെഡിയാക്കി കുക്കറിനകത്താണ് വെച്ചത്. ഒരു വിസിൽ കേട്ടപ്പോൾ തന്നെ നല്ലണക്ക് വെന്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് കൊടുത്ത് നല്ലണക്ക് ഉടച്ച് എല്ലാം റെഡിയാക്കി കടുക് വറുത്ത്. അപ്പോൾ ചക്ക എരിശ്ശേരി റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തത് നമുക്ക് നെത്തോലി കഴുകി അതിൻ്റെ ഈ വേസ്റ്റും കാര്യങ്ങളൊക്കെ എല്ലാം കളഞ്ഞ് നല്ല ക്ലീൻ ചെയ്ത് റെഡിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വറുത്ത് ഇതേ രീതിയിലൊന്ന് ആക്കി എടുക്കാനായിട്ടൊക്കെ ഉണ്ട്. ഗ്യാസ് ഇനിയിപ്പോൾ പെട്ടെന്ന് തീരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ ആയതുകൊണ്ട് നമുക്ക് വിറകടുപ്പിൽ വേവിച്ചെടുക്കാനായിട്ട് പറ്റുന്നുമില്ല. ചോറ് നമുക്ക് എങ്ങനെയെങ്കിലും വെച്ചെടുക്കാം കേട്ടോ. പക്ഷേ പുകയടുപ്പിൽ കത്തിച്ചെടുക്കാനായിട്ട് നല്ല പാടാണ്. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലണക്ക് ഒന്ന് അരച്ച് നല്ല സൂപ്പർ ചമ്മന്തിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ എന്തായാലും ഞാൻ ഉടനെ തന്നെ ഒരു വീഡിയോ ഇടാം. പിന്നെ ചമ്മന്തി എല്ലാം അരച്ചിട്ട് പിന്നെ ഈ ചെറിയ ജാറിനകത്താണ് ഇത് പൊടിച്ചെടുത്തത്. അപ്പോൾ കറിവേപ്പിലയും പിന്നെ നമ്മൾ ഈ നേരത്തെ തന്നെ എടുത്ത് വെച്ചിരുന്ന നെത്തോലി എല്ലാം കൂടെ ഒരുമിച്ചാണ് വറുത്തിട്ട് ഇതിൽ തന്നെ അരച്ച് ചെറുതായിട്ടൊന്ന് പൊടിച്ച് എല്ലാം ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും ഞാൻ ഇന്നിപ്പോൾ വീഡിയോ എടുത്തിട്ടുള്ളൂ. തീർച്ചയായിട്ടും വീഡിയോ ഉടനെ ഇടാം. എല്ലാവരും വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനൊന്നും മറന്നു പോവല്ലേ.